എടുത്തോ സത്തിന് എടുത്തോ എസ് ഐ സത്തിന് എടുത്തോ സാറ് കക്കൂസില ഞാൻ ഇവിടെ എപ്പം വരും പോവും കക്കൂസിൽ ഇവിടെ കണ്ടിട്ട ഇതെന്താ ഓഫീസ് കക്കൂസിലാക്കിയ കാര്യം പറയാം അല്ല അത് സാറിപ്പോ കക്കൂസ് കാര്യം കഴിഞ്ഞ് അങ്ങോട്ട് വരും. സാറിന്റെ കാര്യല്ല എന്റെ കാര്യം കൊണ്ട് ഇവിടെ പറഞ്ഞു തീർക്കണ്ടേ വിളിക്ക് പെട്ടെന്ന് കാര്യം പോണം. എന്താ ഈ പറയണത്? ഈ വക സമയത്തൊക്കെ ഇങ്ങനെ ഇടക്കിട്ട് വരാൻ പറ്റുക? അത് സംഭവം കഴിയുമ്പോൾ സാറിങ്ങോട്ട് വരുന്നേ. എനിക്കവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. സാറിന് അതന്നെ പ്രശ്നം, നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന LC സെക്രട്ടറിയാണ്. മന്ത്രി ഇപ്പൊ ഈ ഫോണിൽ വിളിക്കും, എനിക്ക് സമാധാനം പറയണം. സാറ് വരട്ടെ നേതാവേ. തിരക്ക് ആർക്കാ തിരക്കില്ലാത്തത്? എനക്കാ തിരക്കില്ലാത്തത്? എനിക്ക് മുഴുവൻ തിരക്കാണ്. സമാധാനം പറയണം. ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ല. അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇരിക്കേ. എന്താ ഇരിക്കെ എന്താ കാര്യം? നിങ്ങൾ ഇരിക്ക്. അത് വേണ്ട, ഞാൻ നിന്നോളാം. പറഞ്ഞു ഇങ്ങോട്ട് ഇരുന്ന് പറ. ഞാൻ നിന്നോളാന്നേ. അല്ല സാറ് ഇരിക്കേ. അല്ലി വേണ്ട, സാർ അവിടെ നിന്നോളൂ. ഓ ബഹുമാനം. അടുത്ത ഇലക്ഷനിൽ ഞാൻ മത്സരിക്കും, മന്ത്രിയാവും. ഈ ബഹുമാനം അന്നേരം കാണിച്ചാൽ മതി. ഇപ്പിരിക്ക്. എന്താ കാര്യം പറയേ? ഞങ്ങളുടെ പാർട്ടിയിലെ കോളേജ് പിള്ളേര് സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥ നടത്തിയതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഷോ ഉണ്ടാക്കി. ആ കാലം കോലമായി. അതിന് കാരണം പറ. അത് പറഞ്ഞിട്ട് മതി ബാക്കി അങ്ങോട്ടുള്ള കാര്യം. എന്റെ നേതാവെ, നടക്കാവ് മുതൽ കലിങ്ക് വരെയാണ് പിള്ളേര് പെർമിഷൻ എടുത്തത്. ആവേശം മൂത്തിട്ട് ഹൈവേ കയറിയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥയല്ലേ? ആവേശം മൂക്കൂലേ? പിള്ളേരല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആവേശം മൂത്തിട്ടില്ലേ? നിങ്ങൾ ജാഥന്റെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാ? അത് പറ. അടിച്ച് നിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാടാ ഈ മാതിരി. ഒന്നും പറ്റിയില്ല സാർ. അതെ, എന്തായാലും പറ്റുന്നതിന് മുമ്പ് നേതാവ് വേഗം സ്ഥലം വിട്ടോ. LC സെക്രട്ടറി സാറിന് ഈ കുപ്പായനി അങ്ങോട്ട് ഇടണ്ട. വെറുതെ സംസാരിച്ചെന്ന് സമയം കളയാണ്ട് വിടാൻ നോക്ക്. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ മന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യം പറഞ്ഞോളാം. പിന്നെ കാണാം സാറേ. എന്റെ സാറ് എന്ത് പണിയെ കാണിച്ചത്? അയാളെങ്ങാനും പറഞ്ഞ പോലെ നാളെ ഇലക്ഷൻ ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോയില്ലേ? അതാവുമ്പോഴല്ലടോ അല്ലേ? ഇതിപ്പോൾ അവന് വല്ലതും മനസ്സിലായോ എന്തോ? ഇപ്പം മനസ്സിലായിട്ടൊന്നുമില്ല. എൻ്റെ സാറ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ നോക്കും സാറേ. ഓപ്പറേഷൻ ഒന്നും വേണ്ടടോ. ഇപ്പം തന്നെ അവൻ്റെ ധാർഷ്ട്യം കണ്ടില്ലേ? ഇനി SIക്ക് മൂലക്കുര എന്നുള്ളത് കൂടെ നാട്ടുകാർ അറിയണം. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന സാറിൻ്റെ ഈ സ്വഭാവം അനുസരിച്ച് നാട് മുഴുവൻ അറിയാം. അതാ പറഞ്ഞു.